ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ പുഷ്പ 2 കണ്ടിട്ട് വന്നിരിക്കുകയാണ്. പുലർച്ചയ്ക്ക് ഒരു 3 മണിക്ക് എഴുന്നേറ്റ് പോയി 4 മണിക്ക് തിയേറ്ററിൽ 3:45 തിയേറ്ററിലെത്തി. 4 മണിക്ക് സിനിമ തുടങ്ങി. സിനിമ അവസാനിച്ചത് 7:30. 3.5 മണിക്കൂറാണ് സിനിമ. 3.5 മണിക്കൂർ പുഷ്പവധമായിരുന്നു. കഴുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട് രണ്ടാമത് തുന്നി പിടിപ്പിച്ചിട്ട് വന്നിരിക്കുക. അത്രയും കത്തി സിനിമയാണ്. ആദ്യം തുടക്കത്തിൽ തന്നെ ഇൻട്രൊഡക്ഷൻ കാണിച്ചത് ജപ്പാനാണ്. അവിടെ ആ സിനിമ തുടങ്ങിയതും അവിടെ ഒരു സീൻ അവസാനിക്കുന്നതാണ്. പിന്നെയാണ് സിനിമ തുടങ്ങുന്നത്. അതെന്തിനാണെന്ന് സിനിമ കഴിയുന്ന വരെ മനസ്സിലായില്ല. ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഞാൻ പറയുന്നൊരു വാക്ക് തന്നെ വീണ്ടും പറയാം. അപ്പോൾ 2-3-4 വീഡിയോയിലൊക്കെ സ്ഥിരമായിട്ട് ആ വാക്ക് പറഞ്ഞ് അതിന് ചേതോവികാരം മനസ്സിലാവണല്ലേ. എന്തിനാണ് അങ്ങനൊരു ഇൻട്രൊഡക്ഷൻ ചെയ്തതെന്നുള്ളത്. അക്രമം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ സ്ഥിരമായിട്ടുള്ള പുഷ്പയുടെ കഥ തുടങ്ങുന്നു. പുഷ്പ വരുന്നു. അതിന് മുമ്പ് തന്നെ ഫഹദ് ഫാസിലിൻ്റെ റോള് തുടങ്ങുന്നു. ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം, ചന്ദനമരം, രക്തചന്ദനത്തിൻ്റെ മരങ്ങൾ കയറ്റി കൊണ്ടുപോകണു. ലോറിയിൽ ലോഡ് കണക്കിന് കൊണ്ടുപോവുക. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഇവർ തമ്മിലുള്ള അങ്ങോട്ട് റോളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്ന റോളുകൾ, സംഭവങ്ങൾ. അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ എടുക്കേണ്ട കേസ് പറഞ്ഞിട്ട് എന്താ പറയുക, മന്ത്രിയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയിൽ നിർത്തി പൈസയൊക്കെ വാങ്ങാം, പക്ഷെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുറേ പണികൾ. ഇങ്ങനെ പോണു സിനിമ. അങ്ങനെ പോയി ഫഹദ് ഫാസിലും, അതായത് പോലീസ് ഉദ്യോഗസ്ഥനായുള്ള ഫഹദ് ഫാസിലും നായകനായിട്ടുള്ള പുഷ്പയും കൂടിയുള്ള പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയിൽ പുഷ്പയുടെ ഭാര്യയുടെ വിക്രിയകൾ, രശ്മികയുടെ റോളുകൾ, പാട്ട്. സ്കൂൾ വിട്ട പോലെ പാട്ട് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിടുക എങ്ങനെയാണ്? സ്കൂൾ വിട്ടാൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെ കുട്ടികളൊക്കെ നിറയെ കുട്ടികളിങ്ങനെ ഓടി പുറത്തേക്ക് വരില്ലേ? അതേപോലെ സ്കൂൾ വിട്ട പോലെ എന്ന് പറയും ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിൽ. അത്രയും പാട്ടുകൾ. ഒരു പാട്ട് കഴിഞ്ഞ വഴിക്കൊരു പാട്ട്. ചരിത്രത്തിലുണ്ടായതിനെ പോലെ ഒരു പാട്ട് കഴിഞ്ഞ 1 മിനിറ്റ് പോലും ആകുമ്പോഴേക്കും രണ്ടാമത്തെ പാട്ട്. അങ്ങനെ ഒരു പാട്ട് ചൊവ്വന വൃത്തിയുള്ളൊരു പാട്ടില്ല. പുഷ്പയിൽ മറ്റേ സൂപ്പർ പാട്ടുണ്ടായിരുന്നു അല്ലേ, എന്നുള്ള പാട്ടുണ്ടായിരുന്നില്ലേ? ആ പാട്ട് എന്തായിരുന്നു? കൺമണി 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 മുന്നിൽ ചായുന്നില്ലേ, നാടിന് കുന്തിന് നാടുമില്ലേ എന്നുള്ള പാട്ടില്ലേ? ശ്രീവള്ളി എന്നുള്ള പാട്ട്. അതൊക്കെ സൂപ്പർ പാട്ടായിരുന്നു അല്ലേ? പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പാട്ട്, സൂപ്പർ പാട്ടില്ല. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ. ഒന്നാമത് ഒരു സിനിമയുടെ 2ാം ഭാഗം 3ാം ഭാഗമൊക്കെ വന്നാൽ നന്നാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ സിനിമ. വേണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. 3.5 മണിക്കൂർ വാദം ഒരു സിനിമ മാക്സിമം എൻ്റെ അഭിപ്രായത്തിൽ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ മാത്രം ഒരു സിനിമ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ഭയങ്കര വാദം തന്നെയാണ് കേട്ടോ. 4 മണിക്ക് പോയിട്ട് 7:30-7:45 ആയി തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ ഈ സിനിമയുടെ കഥ പറഞ്ഞു പോയി. ഫഹദ് ഫാസിലും എന്താ പറയുക, അല്ലു അർജുൻ്റെ കഥ പറഞ്ഞു പോയി. അപ്പോഴേക്കും പിന്നെ കഥ വേറെ പോയി. അതിൽ നിന്ന് വേറെ കഥയിലേക്ക് പോയി. ചിറ്റപ്പൻ്റെ കഥയായി. പിന്നെ ചിറ്റപ്പൻ ചെറിയച്ഛൻ്റെ കഥയായി. ചെറിയച്ഛനും ചേട്ടൻ്റെ മോളും തമ്മിലുള്ള കഥ, അതിൻ്റെ പ്രതികാരങ്ങൾ. ഇടിയുടെ പെരുന്നാൾ. കൈയും കാലും കെട്ടിട്ടുള്ള ഇടി കണ്ടിട്ടുണ്ട് നിങ്ങൾ? ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുണ്ടായിരിക്കും ആരെങ്കിലും ഇടി സംഭവങ്ങളൊക്കെ. എന്ത് ഒടുക്കത്തെ ഉറപ്പിക്കലാണ്. ലാസ്റ്റൊക്കെ ആളുകൾ കൂട്ടച്ചിരി കോളിയിടണം, കൂവി വിളിക്കായിരുന്നു അവസാനം. അറുപോറാണ് അവസാനം. അപ്പോൾ ഇതിൽ നമുക്ക് അത്ര വയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ സീൻ, ഈ ജപ്പാനിലെ സീനിൻ്റെ ആവശ്യമില്ല. സിനിമയ്ക്ക് യാതൊരു ബന്ധമില്ല. അത് കഴിഞ്ഞ് സിനിമ പോയി. മറ്റുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഫഹദ് ഫാസിലിൻ്റെയും അല്ലു അർജുൻ്റെയും ഇവിടുത്തെ കഥകൾ മാത്രം കൊണ്ടുപോയാലും മതിയായിരുന്നു. അന്ന് അത്രയ്ക്കും കുഴപ്പമുണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കഥ, ഒരു ബന്ധമില്ലാത്ത വേറെ കഥ. അവസാനം എഴുതി കാണിക്കുന്നു പുഷ്പ 3 വരാൻ പോകാമെന്ന്.
നല്ല ഡയറക്ടറാണ്, നല്ല കഴിവുള്ള ആളാണ് ഈ പുഷ്പയുടെ ഡയറക്ടർ സുകുമാർ. നല്ല കഴിവുള്ള ആളാണ്. കുറേ കാര്യങ്ങളൊക്കെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിയൽ പരുവാക്കിയെന്ന് പറഞ്ഞാൽ അവിയലും ആകെ തോരനും അവിയലും പിന്നെന്താ പറയുക എല്ലാം കൂടിയിട്ട് പപ്പടും പഴവും ഇഞ്ചമ്പുളി നാരങ്ങയും മോരും എല്ലാം രസമൊക്കെ കൂടി ആകെ കൂട്ടി കുഴച്ചാകെ കൊളാക്കിയെന്ന് മാത്രം. ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലാണ്ട് ഒപ്പിക്കായിരുന്നു. എടുത്തുള്ള കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ DSPയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ആകെ അങ്ങോട്ട് അനുകൂലത്താക്കിയെന്ന് മാത്രം. ഒരു ഓർഡർ ഉണ്ടാക്കിയില്ല. കുറേ സീൻ ഫസ്റ്റ് സീൻ വേണ്ട, അതേപോലെ തന്നെ അവസാനത്തെ കുറേ സീനുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം വെടുപ്പായിട്ട് എടുക്കാമായിരുന്നു. ഇതാകെ വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ടായി, ഓവറായി, സമയ ദൈർഘ്യം കൂടുകയും ചെയ്തു. അതാണിപ്പോൾ അവസ്ഥ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. ടോട്ടലി നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഞാൻ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പുഷ്പ 2-ന്. പക്ഷേ എനിക്കങ്ങോട്ട് അവിയലാക്കി കുറേ എല്ലാം കൂടിയിട്ടുള്ളൊരു കുഴച്ചിലായതുകൊണ്ട് അങ്ങോട്ട് പരിപൂർണ്ണമായിട്ട് അങ്ങോട്ട് താല്പര്യമില്ല. കുഴപ്പമില്ല, കങ്കുവേക്കാളും നല്ലതാണ്. കങ്കുവിന് അടുത്ത കാലത്ത് ഏറ്റവും കണ്ട മാറണം, അതിനേക്കാളും നല്ലതെന്ന് മാത്രം. എന്തായാലും പുഷ്പ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വെടിക്കെട്ട് ഇങ്ങനെ കാണാൻ ആളുകൾക്ക് എന്തായാലും പോയിട്ട് കാണാം. ഈ സിനിമ എന്തായാലും അവർ കുറച്ചും കൂടി ദൈർഘ്യം കുറച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടുവപ്പിക്കാമെന്ന് മാത്രം. പറ്റ മോശം എന്ന് പറയണില്ല, ഇങ്ങനെ പോട്ടെ അല്ലേ, അങ്ങനെ താറടിച്ചിട്ടൊന്നും പറയണില്ല. എന്തൊക്കെ കുറേ കുഴപ്പങ്ങൾ ഫഹദ് ഫാസിലും അതേപോലെ തന്നെ അല്ലു അർജുനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പരിപൂർണമായി സന്തോഷം തരാൻ സാധിച്ചില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.